ചിമ്മിനി ഉൾക്കാടുകളിൽ വനം കൊള്ളക്കാർ സജീവമാകുന്നു. ചുരുളി മരത്തിന്റെ തൊലി കടത്താൻ വൻമരങ്ങൾ മുറിച്ചിട്ട നിലയിൽ. മുറിച്ചിട്ട മരങ്ങളുടെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി. കോടികളുടെ തട്ടിപ്പ് നടത്തിയ TNT കുറി കമ്പനി ഇടപാടുകാരിൽ നിന്ന് വാങ്ങിയ രേഖകൾ ഗുരുവായൂരിൽ ഉപേക്ഷിച്ച നിലയിൽ. രേഖകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി സിറ്റി പോലീസ്. ചൈനീസ് വെടിക്കെട്ടിനും അനുമതി ആവശ്യം. സ്വർണവില പവന് 1,00,000 രൂപ കടന്നു. ഒരു പവൻ സ്വർണത്തിന് 25,160 രൂപ. അരങ്ങിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കലാലയങ്ങൾ. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരത്ത് അമ്മയും കുഞ്ഞും പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചിമ്മിനി ഉൾക്കാടുകളിൽ വനം കൊള്ളക്കാർ സജീവമാകുന്നു. ചുരുളി മരത്തിന്റെ തൊലി കടത്താൻ വേണ്ടി വൻമരങ്ങൾ മുറിച്ചിട്ട നിലയിൽ. മുറിച്ചിട്ട മരങ്ങളുടെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ചിമ്മിനി ഡാമിൽ നിന്ന് 7.5 കിലോമീറ്റർ മാറിയാണ് ഉൾക്കാടുകളിൽ വൻ ചുരുളി മരങ്ങൾ മുറിച്ചിട്ട് തൊലി കടത്തുന്നത്. സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഉൾപ്രദേശങ്ങളായ പായമ്പാറ, ആനപ്പോര് എന്നിവിടങ്ങളിലാണ് ചുരുളി മരങ്ങൾ മുറിച്ചിട്ട നിലയിൽ കാണപ്പെട്ടത്. 50 വർഷത്തിലേറെ പ്രായമുള്ള 100 മീറ്ററിലധികം ഉയരമുള്ള മരങ്ങളാണ് യന്ത്രവാൾ ഉപയോഗിച്ച് മുറിച്ചിരിക്കുന്നത്. മരങ്ങളിൽ നിന്ന് തൊലി പൂർണ്ണമായും നീക്കം ചെയ്ത നിലയിലാണ്. ചിമ്മിനി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് വനം കൊള്ളക്കാർ തമ്പടിച്ചിട്ടാണ് മരം മുറിച്ചു കടത്തുന്നത്. 2 മാസത്തിലേറെയായി ഇവിടെ വനം കൊള്ള നടക്കുന്നുണ്ടെന്നാണ് രഹസ്യവിവരം. വനംവകുപ്പ് അധികൃതരുടെ പരിശോധനാ കേന്ദ്രങ്ങളിൽ പെടുന്ന പ്രദേശത്ത് വ്യാപകമായി വനം കൊള്ള നടന്നിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ആരോപണം. മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചുരുളി മരത്തിന്റെ തൊലിക്ക് കിലോഗ്രാമിന് 250 രൂപയിലേറെയാണ് വില. എന്നാൽ ഇതിനേക്കാൾ വില വരുന്ന നീർമരുതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റിലെത്തിക്കാനാണ് ചുരുളിയുടെ തൊലി പ്രധാനമായും ഉപയോഗിക്കുന്നത്. കിലോഗ്രാമിന് 500 രൂപയിലേറെയാണ് നീർമരുതിന്റെ വില. TCV പുതുക്കാട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി. കിസാൻ സമ്മാൻ നിധി പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർക്കായാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കർഷകർക്ക് 3 ഗഡുക്കളായി വർഷത്തിൽ 6,000 രൂപ ലഭിക്കുന്നതാണ് പദ്ധതി. അപേക്ഷ സ്വീകരിക്കുന്ന സമയപരിധി ഫെബ്രുവരി 20 അവസാനിക്കുമെന്ന് പ്രചരിച്ചിരുന്നതിനാൽ കൃഷിഭവനുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് കൃഷിഭവനിൽ തിരക്കേറിയത്. എന്നാൽ കർഷകർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ TCVയോട് പറഞ്ഞു. പദ്ധതിക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഒരു കർഷകനും ആനുകൂല്യം നഷ്ടപ്പെടില്ലെന്നും മന്ത്രി പറഞ്ഞു. സമയപരിധി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഏത് ദിവസം വേണമെങ്കിലും കർഷകർക്ക് അവർ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള യോഗ്യതയുള്ള എല്ലാ കർഷകർക്കും ഏത് ദിവസം വേണമെങ്കിലും അവർക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഈ 20-ാം തീയതി എന്ന് പറയുന്നതിന് കാരണം 24-ാം തീയതിയാണ് ഇതിൻ്റെ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും ഉദ്ഘാടനം നടക്കുന്നത്. 24-ാം തീയതി മുതൽ ആദ്യ ഗഡുവ് കൊടുത്തു തുടങ്ങും എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20-ാം തീയതി വരെ കൊടുക്കുന്നവർക്ക് 24-ാം തീയതി അവർക്ക് ആദ്യ ഗഡുവ് കിട്ടും. അതായത് അവർ അപ്ലോഡ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞാലാണ് അവരുടെ അക്കൗണ്ടിലേക്ക് പണം കിട്ടുന്നത്. അപ്പോൾ 20-ാം തീയതി വരെ അപ്ലോഡ് ചെയ്തവർക്ക് 24-ാം തീയതി പണം കിട്ടും. 21-ാം തീയതി അപ്ലോഡ് ചെയ്തവർക്ക് 25-ാം തീയതി പണം കിട്ടും. 22-ാം തീയതി അപ്ലോഡ് ചെയ്തവർക്ക് 26-ാം തീയതി പണം കിട്ടും. പദ്ധതിയിൽ അപേക്ഷിച്ചാൽ 4 ദിവസം കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പണമെത്തും. 20-ാം തീയതിക്ക് ശേഷം അപേക്ഷിച്ചാലും അപേക്ഷിച്ച് 4 ദിവസത്തിനുള്ളിൽ പണം ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആനുകൂല്യം ലഭിക്കുന്നതിനായി ചില നിബന്ധനകളുണ്ട്. മാർച്ച് അവസാനം വരെ അപേക്ഷിക്കാമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരമെന്നും മന്ത്രി പറഞ്ഞു. നിബന്ധനകൾ അവർ പറയുന്നത് ഇത്ര 60 വയസ്സ് കഴിഞ്ഞിരിക്കണം, 2 ഹെക്ടർ വരെയുള്ള ഭൂമി ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും മിനിമം ഭൂമി എത്രയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ പാട്ട കൃഷിക്കാർക്ക് കൊടുക്കുന്ന കാര്യത്തെ പറ്റിയും പറഞ്ഞിട്ടില്ല. പക്ഷെ പാട്ട കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് 5 സെൻറ്റോ 10 സെൻറ്റോ ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് നികുതി അടച്ച കടലാസ് കൊടുത്താൽ അവർക്കും ഈ പെൻഷൻ കിട്ടുന്നതാണ്, ഈ തുക കിട്ടുന്നതാണ് കിട്ടിയിരിക്കുന്ന വിവരം. TCV തൃശൂർ. കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ TNT കുറി കമ്പനി ഇടപാടുകാരിൽ നിന്ന് വാങ്ങിയ രേഖകൾ ഗുരുവായൂരിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിന് മുകളിൽ ചാക്കുകെട്ടുകളായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കരളി ജംഗ്ഷനിൽ സൂര്യമാധവം അപ്പാർട്ട്മെന്റിൽ ടെറസിന് മുകളിലാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. 5-ാം നിലയിലെ ടെറസിൽ ജീവനക്കാർ വൃത്തിയാക്കാനെത്തിയപ്പോഴാണ് 2 ചാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത്.
ഇവർ വിവരം അറിയിച്ചതനുസരിച്ച് ടെമ്പിൾ സിഐ സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. 15 കെട്ടുകളായി ഇടപാടുകാരുടെ മേൽവിലാസത്തോടുകൂടിയ 200ഓളം കവറുകളാണ് ഉണ്ടായിരുന്നത്. ചിട്ടിക്ക് വേണ്ടി ഇടപാടുകാർ നൽകിയ ചെക്കുകൾ, തിരിച്ചറിയൽ കാർഡുകൾ തുടങ്ങിയവ രേഖകളായിരുന്നു കവറുകളിൽ. ഇടപാടുകാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഇവ കസ്റ്റഡിയിലെടുത്തു. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി സിറ്റി പോലീസ്. വിവിധ ഉത്സവങ്ങൾക്കും തിരുനാളുകൾക്കും വെടിക്കെട്ട് ഒരുക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വാങ്ങണമെന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. ചൈനീസ് വെടിക്കെട്ടാണെങ്കിൽ പോലും അനുമതി ആവശ്യമാണെന്നും നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ വെടിക്കെട്ട് നടത്തുന്നവർക്കും വെടിക്കെട്ട് ഒരുക്കുന്നവർക്കും സാങ്കേതിക പരിശീലനം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് ഡോക്ടർ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുക. തൃശൂർ പൂരത്തിന് പുറമെ മറ്റു ചെറുപൂരങ്ങൾ, തിരുനാളുകൾ എന്നിവയുടെ വെടിക്കെട്ടിനായി നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അംഗീകൃത വെടിക്കോപ്പുകൾ ഉപയോഗിക്കാനായി അനുമതി നൽകാമെന്നും യോഗത്തിൽ ധാരണയായിരുന്നു. ഇതിനായി ജില്ലാ കളക്ടറുടെ അനുമതി വേണമെന്നാണ് നിബന്ധന. തൃശൂരിൽ കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ 30 ഏക്കർ സ്ഥലത്ത് ശിവകാശി മോഡൽ വെടിക്കോപ്പ് നിർമ്മാണശാല ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതിനായുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കാനും അനുമതിയോടെ മാത്രം വെടിക്കെട്ട് നടത്താനും ആഹ്വാനം ചെയ്തുകൊണ്ട് സിറ്റി പോലീസ് രംഗത്തെത്തിയിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് പെസോ ലൈസൻസ് നിർബന്ധമാണെന്നും ശബ്ദ തീവ്രത 125 ഡെസിബൽ കവിയരുതെന്നും നിരോധിത വെടിമരുന്നുകൾ അനുവദനീയമല്ലെന്നുമാണ് സിറ്റി പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TCV. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടിനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നിഷേധിച്ചു. ഇതേ തുടർന്ന് സംയുക്ത പൂരാഘോഷ കമ്മിറ്റി അനുമതിക്കായി ഹൈക്കോടതിയെ സമീപിച്ചു. ഈ മാസം 26-നാണ് ഉത്രാളിക്കാവ് പൂരം. പൂരത്തിന് കഴിഞ്ഞ വർഷം 3 ദേശങ്ങൾക്കും ഒരേ ഡിസ്പ്ലേ ലൈസൻസ് ആണ് ലഭിച്ചിരുന്നത്. വടക്കാഞ്ചേരി നഗരസഭ ഇത്തവണ വെടിക്കെട്ടിന് NOC അനുവദിച്ചുവെങ്കിലും ജില്ലാ ഭരണകൂടം ഇത് നിഷേധിക്കുകയായിരുന്നു. ഇതോടെയാണ് പൂര കമ്മിറ്റികൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ജില്ലാ ഭരണകൂടം നിഷേധിച്ച ശേഷവും ചില പൂര കമ്മിറ്റികൾക്ക് വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യം കണക്കിലെടുത്താണ് ഈ നീക്കം. സംസ്ഥാനത്ത് സ്വർണ്ണവില 1,00,000 കടന്നു. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് വില വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 3,145 രൂപയും പവന് 25,160 രൂപയുമായി. സ്വർണ്ണവില രൂപയുടെ മൂല്യത്തകർച്ചയും അമേരിക്കയിൽ തുടരുന്ന ഭരണ ധനകാര്യ പ്രതിസന്ധിയും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ വർധനവുമാണ് റെക്കോർഡ് നിലവാരത്തിലേക്ക് വില ഉയരാൻ ഇടയാക്കിയത്. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിലെ കലാകിരീടത്തിനായുള്ള പോരാട്ടം മുറുകുന്നു. മത്സരങ്ങൾ 4 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 127 പോയിന്റുമായ തൃശൂർ സെന്റ് തോമസ് കോളേജാണ് മുന്നിൽ. തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തുള്ള കേരളവർമ്മ കോളേജിന് 90 പോയിന്റും 3ാം സ്ഥാനത്തുള്ള കൊടകര സഹൃദയ കോളേജിന് 81 പോയിന്റുമാണുള്ളത്. ബുധനാഴ്ച കലോത്സവങ്ങളിലെ ജനകീയ ഇനങ്ങളായ മാർഗംകളി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, കേരള നടനം, ദഫ്മുട്ട്, അർബനമുട്ട്, വട്ടപ്പാട്ട്, മോണോ ആക്ട്, മിമിക്രി തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിന്റെ 4ാം ദിനത്തെ സജീവമാക്കി ജനകീയ ഇനങ്ങൾ. മാർഗംകളി അരങ്ങേറിയത് തിങ്ങി നിറഞ്ഞ സദസ്സിൽ. കലാകിരീടത്തിലേക്കുള്ള ഡി-സോൺ പോരാട്ടം മുറുകുന്ന വേളയിൽ അരങ്ങിലെ മത്സരാവേശവും ഇരട്ടിച്ചു. കലോത്സവ വേദികളിലെ ആസ്വാദക പ്രിയമേറിയ ഇനങ്ങളായ മാർഗംകളിയും നാടോടി നൃത്തവുമെല്ലാമാണ് 4ാം ദിനത്തെ സജീവമാക്കിയത്. കോളേജ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രധാന വേദിയായ വേദി 1 കേരള സൈന്യത്തിലാണ് മാർഗംകളി അരങ്ങേറിയത്. വായ്ത്താരിക്കും കൈത്താളത്തിനുമൊപ്പം ചടുലമായ ചുവടുകളുമായി വേദി നിറഞ്ഞാടിയ ഓരോ സംഘങ്ങളും സദസ്സിന്റെ കയ്യടി നേടി. ചുട്ടുപൊള്ളുന്ന വെയിലിനെയും ആഞ്ഞു വീശിയ പൊടിക്കാറ്റിനെയും വകവയ്ക്കാതെ വേദി നിറഞ്ഞാടിയ മത്സരാർത്ഥികൾക്ക് പിന്തുണ നൽകി കലാപ്രകടനങ്ങൾ ആസ്വദിക്കാൻ നിറഞ്ഞ സദസ്സാണുണ്ടായിരുന്നത്. വേദിയിലേക്കടിച്ച ശക്തമായ പൊടിക്കാറ്റ് സ്റ്റേജിലിട്ടിരുന്ന മാറ്റടക്കം ഇളക്കിയെങ്കിലും മത്സര സംഘങ്ങളുടെ പ്രകടനത്തെ ഇതൊന്നും ഒരുവിധത്തിലും ബാധിച്ചില്ല. വേദികളെ സജീവമാക്കി മോഹിനിയാട്ടവും ദഫ്മുട്ടും പെൺകുട്ടികളുടെ നാടോടി നൃത്തവും കേരള നടനവുമെല്ലാം 4ാം ദിനത്തിൽ ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റ് അവതരണങ്ങളായിരുന്നു. TCV തൃശൂർ.
കലോത്സവ നഗരിയെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത ലിംസ് ആണ് സ്പോർട് ഫോട്ടോഗ്രാഫിയിൽ ഒന്നാം സ്ഥാനം നേടിയത്. കൊടകര സഹൃദയ കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് KL ലിംസ്. കലോത്സവത്തിലെ സ്പോർട് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ലിംസ് സമ്മാനം നേടിയതിൽ അത്ര അത്ഭുതമൊന്നുമില്ല. കാരണം ക്യാമറയെയും ഫോട്ടോഗ്രാഫി പ്രൊഫഷനെയും അത്രമേൽ ഇഷ്ടമാണ് ഈ വിദ്യാർത്ഥിക്ക്. 2.5 മണിക്കൂറായിരുന്നു മത്സര സമയം. അതിനുള്ളിൽ കലോത്സവ നഗരിയിൽ നിന്നുള്ള 5 ഫോട്ടോകൾ ലിംസ് വിധികർത്താക്കൾക്ക് മുൻപിലെത്തിച്ചു. പ്രണയം, ചിന്ത, ചിരി, ഭയം, ദുഃഖം എന്നിവ വിഷയമാക്കിയ ചിത്രങ്ങളാണ് ലിംസിന്റെ ക്യാമറ കണ്ണുകളിലൂടെ പിറന്നത്. ഇതിൽ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുരുന്നിന്റെ ചിത്രമാണ് ലിംസിനെ 1ാം സമ്മാനത്തിന് അർഹനാക്കിയത്. മുൻപ് ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ടെങ്കിലും 1ാം സ്ഥാനം ഇതാദ്യമാണ്. ടോപ്പിക് ഇമോഷൻസ് ആയിരുന്നു. 5 ഫോട്ടോ ആയിരുന്നു സെലക്ട് ചെയ്യാനുള്ളത്. നമുക്ക് കിട്ടിയ ടൈം 2.5 hours ആയിരുന്നു. നല്ല സന്തോഷമുണ്ട്. അധ്യാപക ദമ്പതികളുടെ ഏക മകനായ ഇരിങ്ങാലക്കുട സ്വദേശി ലിംസിന് പഠനശേഷം മികച്ചൊരു ഫോട്ടോഗ്രാഫർ ആകണമെന്നത് തന്നെയാണ് ആഗ്രഹം. 8th ഈ മെയിനായിട്ട് ഈ ഫോട്ടോഗ്രാഫി തലയ്ക്ക് പിടിച്ചത്. 5 years ആയി. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബികോം കഴിഞ്ഞ് BFA പോകണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ആവണമെന്നാണ്. സമ്മാന ജേതാവാണെങ്കിലും ഈ കലോത്സവത്തിലെ റിസപ്ഷൻ കമ്മിറ്റി അംഗം കൂടിയാണ് ലിംസ്. എന്നിരുന്നാലും കലോത്സവ കാഴ്ചകളെ ഫ്രെയിമുകളിലാക്കാൻ ക്യാമറയുമായുള്ള ലിംസിന്റെ യാത്ര തുടരുകയാണ്. TCV തൃശൂർ. ഇടവേള. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്, സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരത്ത് അമ്മയും കുഞ്ഞും പൊള്ളലേറ്റ് മരിച്ചു. എറണാകുളം നായരമ്പലം വട്ടത്തറ നാദൃഷയുടെ ഭാര്യ 27 വയസ്സുള്ള കൃഷ്ണ, മകൻ 2 വയസ്സുള്ള നദാൽ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 4:30 ബൈപ്പാസിന് പടിഞ്ഞാറ് വശത്തുള്ള വാടക വീട്ടിലായിരുന്നു സംഭവം. കൃഷ്ണയുടെ അമ്മ ലതയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ വിവരം അറിഞ്ഞെത്തിയത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ച് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചൊവ്വാഴ്ച വൈകിട്ട് ഇവർ 4 ലിറ്റർ പെട്രോൾ വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ താൽക്കാലിക ജീവനക്കാരിയാണ് കൃഷ്ണ. മാളാച്ചേന്തുരുത്തിയിൽ സ്റ്റീൽ പൈപ്പ് നിർമ്മാണ കമ്പനിയിൽ റാക്ക് മറിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി 22 വയസ്സുള്ള മിഥിലേഷ് കുമാറാണ് മരിച്ചത്. രാവിലെ ഡിമാക് കമ്പനിക്കുള്ളിൽ ക്രെയിൻ ഉപയോഗിച്ച് പൈപ്പുകൾ ഇറക്കി കെട്ട് അഴിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പൈപ്പുകളുടെ കെട്ട് മുകളിൽ നിന്ന് മിഥിലേഷ് കുമാറിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. അഗ്നിശമന സേനയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം മാള സർക്കാർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു. കണ്ടാണശ്ശേരി ആലുകൽ വീട്ടിൽ ദേവദാസിന്റെ ഭാര്യ വിദ്യയാണ് മരിച്ചത്. ചൂണ്ടൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 കണ്ടാണശ്ശേരി പാരീസ് റോഡിന് സമീപമായിരുന്നു അപകടം. ചികിത്സയിൽ കഴിയുന്നതിനിടെ ബുധനാഴ്ച ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. രാജ്യത്ത് നിലനിൽക്കുന്ന നവലിബറൽ സാമ്പത്തിക നയത്തിന് ബദൽ സൃഷ്ടിക്കാനായി എന്നതാണ് LDF സർക്കാരിന്റെ 1000 ദിനങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. LDF സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. സമ്പത്തിന്റെ നീതിപൂർണമായ വിതരണം സാധ്യമാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനായതാണ് LDF സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കുന്നത്. സർക്കാർ ആവിഷ്കരിച്ച 4 മിഷനുകൾ ബദൽ വികസന മാതൃകകളാണ് മുന്നോട്ട് വെച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് 2000 കോടിയുടെയും ആരോഗ്യരംഗത്ത് 2500 കോടിയുടെയും മൂലധന നിക്ഷേപമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. രാജ്യത്തൊട്ടാകെ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം നിലനിൽക്കെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന മിഷനുകളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. 1000 ദിനങ്ങൾ കൊണ്ട് 3.5 ലക്ഷം വിദ്യാർത്ഥികളാണ് സ്വകാര്യ സ്കൂളുകളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നുവന്നത്. നിപയെയും ഓഖിയെയും പ്രളയത്തെയുമെല്ലാം പ്രതിരോധിക്കാനും അതിജീവിക്കാനും പുതിയ വികസന മാതൃക സൃഷ്ടിക്കാനും കാർഷിക രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും സർക്കാരിന് കഴിഞ്ഞു. പാർശ്വവൽകൃതരില്ലാത്ത ജനതയെ സൃഷ്ടിക്കുന്ന വികസന മാതൃകയാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്നും പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. ഹരിത കേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നീ മിഷനുകളിലൂടെ കേരള വികസനത്തിന് കാതലായ മാറ്റങ്ങൾ ആവിഷ്കരിക്കാൻ സർക്കാരിന് സാധിച്ചതായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കൃഷിമന്ത്രി VS സുനിൽകുമാർ വ്യക്തമാക്കി. മതന്യൂനപക്ഷത്തിന് സമാധാനപരമായി ആരാധിക്കാനാകുന്ന ഏക സംസ്ഥാനമെന്നതാണ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വേറിട്ടതാക്കുന്നതെന്ന് വിശിഷ്ടാതിഥിയായ CN ജയദേവൻ MP പറഞ്ഞു.
പശു അമ്മയാണെന്ന വാദം അംഗീകരിക്കാനാകില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നതെന്നും CN ജയദേവൻ കുറ്റപ്പെടുത്തി. മേയർ അജിത വിജയൻ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രദർശനമേള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, MLA-മാരടക്കമുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും ഒരുക്കിയിരുന്നു. 27-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സെമിനാറുകളും കലാവതരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. പിണറായി സർക്കാർ 1000 ദിവസം കൊണ്ട് ശരിയാക്കിയത് 29 മനുഷ്യജീവനുകളെയാണെന്ന് ഷാഫി പറമ്പിൽ MLA. KSU ജില്ലാ സമ്മേളനം ഉള്ളൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് മരിച്ചവരുടെ രക്തത്തിന് പകരം ഒരമ്മയെയും പെങ്ങളെയും കരയിപ്പിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇതിന് പകരം ചോദിക്കുന്നത് കേരളത്തിലെ ജനങ്ങളായിരിക്കും. അടുത്ത ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ കൊടി ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയാണെന്നും ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോഹൻ അധ്യക്ഷത വഹിച്ചു. NSU നേതാവ് നാഗേഷ് കരിയപ്പ, KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത്, DCC പ്രസിഡന്റ് TN പ്രതാപൻ, AICC മെമ്പർ MK സുധീർ, മുൻ MLA MP വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട വിദേശ സഹായം തേടാനുള്ള കേരളത്തിന്റെ ആവശ്യം ആർക്കും മനസ്സിലാകാത്ത കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം തള്ളുകയായിരുന്നുവെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പ്രളയത്തിൽ നഷ്ടം സംഭവിച്ച ജില്ലയിലെ മത്സ്യ കർഷകർക്കുള്ള ആദ്യ ഗഡു ടൗൺഹാളിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യ കർഷകരുടെ പുനരധിവാസത്തിനും അലങ്കാര മത്സ്യ കർഷകർക്കും പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യകൃഷി മേഖലയിൽ തൃശൂർ ജില്ല നമ്പർ 1 ആണെന്നും മന്ത്രി പറഞ്ഞു. ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ MS സാജു, അസിസ്റ്റന്റ് ഡയറക്ടർ V പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബൈക്കിന് പുറകിൽ ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എരുമപ്പെട്ടി ആറ്റത്ര തലക്കോടൻ ദേവസി മകൻ 23 വയസ്സുള്ള സിമിനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ വടക്കാഞ്ചേരി ഓവർബ്രിഡ്ജിന് സമീപമാണ് അപകടം ഉണ്ടായത്. തൃശൂരിൽ നിന്ന് വരികയായിരുന്നു സിമിൻ. ബസ്സിടിച്ച ഉടനെ ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സിമിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത്. വടക്കാഞ്ചേരിയിലുള്ള സ്വകാര്യ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിക്കാരനാണ്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിൽ കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും KV അബ്ദുൽ ഖാദർ MLA എത്തി. തുടർച്ചയായി 7ാം തവണയാണ് MLA കഞ്ഞി കുടിക്കാനെത്തുന്നത്. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ്, ഭരണസമിതി അംഗങ്ങളായ ഉഴമലയ്ക്കൽ വേണുഗോപാൽ, KK രാമചന്ദ്രൻ, P ഗോപിനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ SB ശിശിർ എന്നിവർ ചേർന്ന് MLAയെ സ്വീകരിച്ചു. ഗായകൻ P ജയചന്ദ്രൻ, ഗാനരചയിതാവ് B ഹരിനാരായണൻ, പ്രശസ്ത താള വിദഗ്ധൻ ശിവമണി എന്നിവരും പ്രസാദ ഊട്ടുകഴിക്കാൻ എത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളിൽ പ്രശസ്ത കലാകാരൻ ശിവമണി വാദ്യോപകരണങ്ങളിൽ താളവിസ്മയം തീർത്തു. നിരത്തിവെച്ച സംഗീതോപകരണങ്ങളിൽ നിന്ന് പൊഴിച്ച മധുരഗീതം ആസ്വാദകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ ആറാടിച്ചു. ശിവമണിക്കൊപ്പം പ്രകാശ് ഉള്ളേരി കീബോർഡിൽ തീർത്ത സംഗീത വിസ്മയം ആവേശമായി. ഇവർക്കൊപ്പം റൂണ ശിവമണി പാട്ടിലും ഒരുമനയൂർ ഗോപി നാഗസ്വരത്തിലും കൃഷ്ണകുമാർ തകിലിലും മാന്ത്രിക സപ്തസ്വരങ്ങൾ ഉതിർന്നു. വാതാബി ഗണപതി എന്ന് തുടങ്ങുന്ന ഗണേശസ്തുതിയോടെ ആരംഭിച്ച കലാവിരുന്നിൽ കർണാടക സംഗീതത്തിലെ നിരവധി ഗാനങ്ങളും ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങളും സംഗീതധാരയായപ്പോൾ സംഗീതാസ്വാദകർ ആനന്ദ നിർവൃതിയിൽ മതിമറന്നു. രാവിലെ 5 മുതൽ ആരംഭിച്ച കലാപരിപാടികളിൽ മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളൽ, തെച്ചിയിൽ ഷൺമുഖന്റെ വില്ലിന്മേൽ തായമ്പക, സംസ്ഥാന കലോത്സവത്തിൽ നൃത്തവേദികളിൽ 1ാം സ്ഥാനം നേടിയ ഉത്തര രാജീവ് അവതരിപ്പിച്ച നൃത്തം എന്നിവയും അരങ്ങേറി. വിശേഷാൽ കച്ചേരിയിൽ കലാമണ്ഡലം രാജലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച മോഹിനിയാട്ടം, ചെന്നൈ പ്രിയദർശിനി ഗോവിന്ദ് അവതരിപ്പിച്ച ഭരതനാട്യം, ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയം അവതരിപ്പിച്ച കൃഷ്ണനാട്ടം, തെരഞ്ഞെടുത്ത ദൃശ്യങ്ങൾ എന്നിവയും അരങ്ങേറി. TCV ഗുരുവായൂർ. തൃശൂർ ചെമ്പുകാവ് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ ജീവനക്കാർ ഓഫീസ് തുറന്നുവെച്ച് മലക്കപ്പാറയ്ക്ക് വിനോദയാത്ര പോയതായി പരാതി. പ്രവൃത്തി ദിവസം ജീവനക്കാർ കൂട്ടത്തോടെ വിനോദയാത്രയ്ക്ക് പോയതിൽ പ്രതിഷേധം ശക്തമായി. ജീവനക്കാരില്ലാത്തതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയവർ മടങ്ങിപ്പോകേണ്ടി വന്നു. ഏതാനും ജീവനക്കാർ മാത്രമാണ് ഓഫീസിലുണ്ടായിരുന്നത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV പുഷ്പരാജും സ്ഥലത്തുണ്ടായിരുന്നില്ല. അതേസമയം 2 ജീവനക്കാരുടെ യാത്രയപ്പിന്റെ ഭാഗമായാണ് മലക്കപ്പാറയ്ക്ക് പോയതെന്നും ജീവനക്കാർ അവധിയെടുത്താണ് പോയതെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം.
പുലഴി കോൾപ്പടവിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. പുലഴി കോൾപ്പടവ് മുൻ പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ കോൾപ്പടവിൽ നടത്തിയ പരീക്ഷണ കൃഷിയുടെ വിളവെടുപ്പ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലായിടത്തും നെൽകൃഷിയോടൊപ്പം പച്ചക്കറി കൃഷി നടത്താൻ കൃഷി വകുപ്പ് നേതൃത്വം നൽകും. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിൽപ്പന നടത്താൻ ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്നും കോൾപ്പടവുകളുടെ വികസനത്തിനായി ഇനിയും ഫണ്ട് അനുവദിക്കാൻ തടസ്സമില്ലെന്നും വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ചെറിയ ഉള്ളി, കപ്പലണ്ടി, മുള്ളങ്കി തുടങ്ങിയവയുടെ വിളവെടുപ്പ് മന്ത്രി നിർവഹിച്ചു. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് എം കെ മുകുന്ദൻ, കൌൺസിലർമാരായ എ പ്രസാദ്, രജനി വിജു, സി ബി ഗീത, കൃഷി ഓഫീസർ ഉണ്ണിരാജൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എ കല തുടങ്ങിയവർ സംസാരിച്ചു. സൂര്യകാന്തിയാണ് ഇത്തവണത്തെ പ്രധാന കൃഷി. ഇതുകൂടാതെ 30ഓളം പച്ചക്കറി ഇനങ്ങളാണ് ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ പാടവരമ്പത്ത് കൃഷി നടത്തിയിരിക്കുന്നത്. റേഷൻ കടകൾക്ക് ഒരേ നിറം യാഥാർത്ഥ്യമാക്കി തൃശൂർ. നവീകരണത്തിന്റെ ഭാഗമായി ഏകീകൃത മാതൃക നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് റേഷൻ കടകൾക്ക് ഒരേ നിറം നൽകുന്നത്. പൊതുവിതരണ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് വെള്ള, ചുവപ്പ്, മഞ്ഞ നിറങ്ങളാണ് റേഷൻ കടകൾക്ക് നൽകിയിരിക്കുന്നത്. ഇനി മുതൽ റേഷൻ കടകളുടെ ഷട്ടറുകൾക്ക് വെള്ള നിറമായിരിക്കും. മധ്യഭാഗത്തായി മഞ്ഞയും ചുവപ്പ് നിറത്തിൽ വൃത്താകൃതി വരച്ച് സംസ്ഥാന പൊതുവിതരണ കേന്ദ്രമെന്ന് ആലേഖനം ചെയ്യും. കടയുടെ മുന്നിൽ മഞ്ഞയും ചുവപ്പും കലർന്ന ബോർഡിൽ സംസ്ഥാന പൊതുവിതരണ കേന്ദ്രമെന്ന് വലിയ അക്ഷരത്തിലും എഴുതിവെക്കണം. റേഷൻ കടകൾ ഓരോ നിറമാക്കുന്നതിന് 2500 രൂപയാണ് സർക്കാർ ഓരോ റേഷൻ കടകൾക്കും അനുവദിച്ചിരിക്കുന്നത്. ജില്ലയിലെ 1195 റേഷൻ കടകളിൽ 65 റേഷൻ കടകൾ ഒഴികെ എല്ലാ റേഷൻ കടകളും ഏകീകൃത നിറത്തിലേക്ക് മാറിക്കഴിഞ്ഞതായി ജില്ലാ സപ്ലൈ ഓഫീസർ ടി അയ്യപ്പദാസ് അറിയിച്ചു. നവീകരിച്ച റേഷൻ കടയുടെ ജില്ലാതല ഉദ്ഘാടനം പറവട്ടാനിയിൽ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. മേയർ അജിത വിജയൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി എന്നിവർ പങ്കെടുത്തു. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാഞ്ചിറ കാൽവരിക്കുന്ന് തരകൻ പറമ്പിൽ ലിജോയാണ് CI ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. 4 ദിവസം മുൻപ് ചാലക്കുടി KSRTC റോഡിലുള്ള ബാങ്കിന്റെ പാർക്കിംഗ് സ്ഥലത്ത് നിന്നും ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ലിജോയെ കുടുക്കിയത്. മോഷ്ടിച്ച ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയ ലിജോ കഞ്ചാവ് വിൽപ്പന സംഘത്തിന് നൽകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘത്തിൽ SI KK ബാബു, സീനിയർ CPO CR രാജേഷ്, CPOമാരായ രാജേഷ് ചന്ദ്രൻ, ആൻസൺ പൗലോസ്, PV ദീപു എന്നിവരും ഉണ്ടായിരുന്നു. പാഞ്ഞാൾ വെട്ടിക്കാട്ടിരിയിൽ കാട്ടുപന്നികൾ വാഴകൃഷി നശിപ്പിച്ചു. നായർപടിയിലുള്ള ദിനേശ് ബാബുവിന്റെ വാഴകൃഷിയാണ് പന്നികൾ നശിപ്പിച്ചത്. വായ്പയെടുത്താണ് ദിനേശ് അടക്കമുള്ള മിക്ക കർഷകരും മേഖലയിൽ വാഴകൃഷി ചെയ്യുന്നത്. പന്നി ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് കമ്പിവല കെട്ടി സുരക്ഷ ഒരുക്കിയിരുന്നുവെങ്കിലും അത് തകർത്താണ് പന്നികൾ വാഴ നശിപ്പിച്ചത്. കൃഷി വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കാത്ത സാംസ്കാരിക നായകരുടെ നിലപാടിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി പ്രകടനമായി എത്തിയ പ്രവർത്തകർ സാഹിത്യ അക്കാദമി ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന അക്കാദമി പ്രസിഡന്റിന് വാഹനത്തിൽ വാഴപ്പിണ്ടികൾ സമർപ്പിച്ചു. AKG സെന്ററിൽ നട്ടെല്ല് പണയം വെച്ചവരായി കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ തരം താണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത DCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. നവോത്ഥാനത്തിന്റെ പേരിൽ പിണറായി സർക്കാർ സംസ്ഥാനത്ത് അക്രമവും കൊലപാതകവും അഴിച്ചുവിടുകയാണെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഒരു വരി പോലും രേഖപ്പെടുത്തിയില്ലെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ, നേതാക്കളായി നൌഷാദ് ആറ്റുപറമ്പത്ത്, കിരൺ സി ലാസർ, പ്രഭുദാസ് പാണേങ്ങാടൻ, ജിയോ ആലപ്പാടൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് തൃശൂരിൽ NCCയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിൽ നടന്ന ചടങ്ങിൽ കാർഗിൽ യുദ്ധത്തിൽ മരണമടഞ്ഞ കേണൽ വിശ്വനാഥന്റെ പത്നി ജലജ വിശ്വനാഥൻ,
ഹവിൽദാർ ഇനാശുവിന്റെ പത്നി സിജി ഇനാശു എന്നിവർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് തൃശൂർ 7th കേരള ഗേൾസ് ബറ്റാലിയൻ NCC കമാൻഡിംഗ് ഓഫീസർ കേണൽ എച്ച് പത്മനാഭൻ, വിവിധ വിഭാഗങ്ങളിലെ NCC ഓഫീസർമാർ, റിട്ടയർഡ് സൈനികർ, NCC കാഡറ്റുകൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരും പുഷ്പാർച്ചന നടത്തി. വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും NCCയുടെ ആഭിമുഖ്യത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേരിൽ വൃക്ഷത്തൈകൾ നടുന്നതിന്റെ വിതരണം ചടങ്ങിൽ നടന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ VV വസന്തകുമാറിന്റെ പേരിൽ അമർ ജവാൻ ജ്യോതിക്ക് സമീപത്തെ പാർക്കിൽ വൃക്ഷത്തൈ നട്ടു. വാലന്റൈൻസ് ദിനത്തിൽ പുറത്തിറക്കിയ ഇരുട്ട് പറഞ്ഞ പ്രണയമെന്ന ഹ്രസ്വ ചിത്രം സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധേയമാവുകയാണ്. പൈങ്കിളി പ്രണയങ്ങളുടെ നനുത്ത കാഴ്ചകൾക്കും അനുഭവങ്ങൾക്കും അപ്പുറം മരണമില്ലാത്ത പ്രണയമെന്ന വികാരത്തിന്റെ രസകരമായ ആവിഷ്കാരമായി മാറുകയാണ് ഈ ഹ്രസ്വചിത്രം. നിരവധി ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള വിഷ്ണു വിജയാണ് ഈ വേറിട്ട ചിത്രം അണിയിച്ചൊരുക്കിയത്. ചലച്ചിത്ര താരം സുനിൽ സുഗതയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും റേഡിയോ അവതാരികയുമായിരുന്ന തങ്കമണിയുമാണ് ഈ സിനിമയിലെ പ്രണയ ജോഡികൾ. കാഴ്ച കൊണ്ടല്ല, ശബ്ദ സാന്നിധ്യമായാണ് ഇരുവരും ചിത്രത്തിലുള്ളത്. കുളിരു പെയ്യുന്ന രാത്രിയിൽ ഇരുട്ടിൽ പറയുന്ന പ്രണയം വെളിച്ചം കാണുന്ന നിമിഷമാണ് ഈ കൊച്ചു ചിത്രത്തിന്റെ കൗതുകം. മനീഷ് മുരുകൻ നിർമ്മാണം നിർവഹിച്ച ചിത്രത്തിന്റെ ക്യാമറ ശ്രീരാജ്, അനൂപ് എന്നിവർ കൈകാര്യം ചെയ്തു. ആനന്ദ് പട്ടാമ്പി എഡിറ്റിംഗ് നിർവഹിച്ചു. അർജുൻ വി അക്ഷയാണ് സംഗീതം കൈകാര്യം ചെയ്തത്. വിശാൽ വിശ്വനാഥ്, നജീബ് എന്നിവരുടെ കഥയ്ക്ക് തിരക്കഥ രചിച്ചതും സംവിധായകനായ വിഷ്ണു വിജയാണ്. അവളെങ്ങാൻ ഇവിടെ കാല് കുത്തിയാൽ കർത്താവാണ്, ഞാൻ ആ മുട്ടുകാല് തല്ലി ഒടിക്കും. രയിച്ചില്ല പറയുന്നത്. ദേ വന്നിരിക്കണ് നിങ്ങളുടെ മേരി. ഇപ്പൊ എന്തായി റേച്ചലെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആര് വന്നില്ലേലും മേരി വരുന്നു. പറഞ്ഞ പോലെ വന്നല്ലോ അവള്. എടി റേച്ചലെ, ഇവള് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ വണ്ണം വെച്ചോ? എന്നെ ഒന്നും മര്യാദയ്ക്ക് നോക്കാത്ത മനുഷ്യനാ. അവള് തടിച്ചൂന്ന്. നിനക്ക് അവളോട് അസൂയാണല്ലേ? സത്യം പറ. എനിക്ക് അസൂയൊന്നുമില്ല, ഉണ്ടെങ്കിൽ സ്നേഹമുള്ളൂ. നമ്മുടെ മക്കൾ വരാത്തടുത്ത് അവളെങ്കിലും നമ്മളെ കാണാൻ വന്നല്ലോ, അത് മതി. എന്നാ നല്ലൊരു ബർത്ത്ഡേ ആയിട്ടെ അച്ചായനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മിങ്ങന്ന്. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി റെയിൽവേ ഗേറ്റ് കീപ്പറെ ആക്രമിച്ച 3 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തലോ പനയപ്പാടം സ്വദേശികളായ മേപ്പുറത്ത് വീട്ടിൽ വിശ്വജിത്ത്, വിഷ്ണു, തൊഴുത്തുവളപ്പിൽ ദ്യാദേശ് എന്നിവരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച പുലർച്ചെ 2:45 തൈക്കാട്ടുശ്ശേരി റെയിൽവേ ഗേറ്റിന് സമീപത്തെത്തിയ പ്രതികൾ ഗേറ്റ് അടച്ചിട്ടത് ചോദ്യം ചെയ്യുകയും ഗേറ്റ് കീപ്പർ വല്ലച്ചിറ ചാമപ്പറമ്പിൽ രഞ്ജിത്തിനെ ആക്രമിക്കുകയും റെയിൽവേ ക്യാബിനിലുണ്ടായിരുന്ന സിഗ്നൽ ടോർച്ചും രജിസ്റ്ററും ടെലിഫോണും നശിപ്പിക്കുകയുമായിരുന്നു. ഒല്ലൂർ SI S സിനോജിന്റെ നേതൃത്വത്തിൽ സീനിയർ CPO സോമൻ, VS രഘു, അജിത് കുമാർ എന്നിവർ ചേർന്ന് തലോ പനയംപാടത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടക്കുന്ന 25ാമത് അഖിലേന്ത്യാ അന്തർ സർവകലാശാല പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗം മത്സരങ്ങൾക്ക് തുടക്കമായി. 59 കിലോഗ്രാം വിഭാഗത്തിൽ മുംബൈ യൂണിവേഴ്സിറ്റിയിലെ ധർമ്മേന്ദ്ര യാദവ് സ്വർണ്ണ മെഡലിന് അർഹനായി. സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറിയും ഇന്റർനാഷണൽ റഫറിയുമായ വേണുജി നായർ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെൻസൺ എന്നിവർ വിജയികൾക്കുള്ള മെഡൽ ദാനം നടത്തി. നിയോജക മണ്ഡലങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കർമ്മപരിപാടികൾ വിജയകരമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് B. സുനിൽകുമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി ഐന്തോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹൈസ്കൂൾ വിഭാഗത്തിനായി നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിടത്തിന്റെ 1ാം ഘട്ടത്തിന്റെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിക്കുന്ന ലൈബ്രറിയുടെയും സെമിനാർ ഹാളിന്റെയും നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ജെയിംസ്, ഡിവിഷൻ കൌൺസിലർ വത്സല ബാബുരാജ്, കൌൺസിലർ രജനി വിജു, HSI പ്രിൻസിപ്പൽ K. ലീല, തൃശൂർ DDE AK അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് ലാബിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വിനിയോഗിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായാണ് ലാബ് നിർമ്മിക്കുന്നത്. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP മുഖ്യ അതിഥിയായി. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ KK മണികണ്ഠൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ജെയിംസ്, ഡിവിഷൻ കൌൺസിലർ K മഹേഷ്, ഹെഡ് മിസ്ട്രസ് MG ലതാദേവി, കൺവീനർ ഷീന ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൊലപാതക രാഷ്ട്രീയവും കൊലയാളി പാർട്ടികളും നമുക്ക് വേണ്ട എന്ന ആഹ്വാനമായി സാംസ്കാരിക പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും നേതൃത്വത്തിൽ നടുവിലാൽ പരിസരത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. പ്രമുഖ ഗാന്ധിയനും എഴുത്തുകാരനുമായ K അരവിന്ദാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തകരായ VS ഗിരീശൻ, N രാജഗോപാലൻ, OK ജോണി, ശ്രീജ, PS സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി VS സുനിൽകുമാർ തൃശൂരിൽ നിർവഹിച്ചു. മേയർ അജിത വിജയൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ കളക്ടർ TV അനുപമ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി തുടങ്ങിയവർ സംസാരിച്ചു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളുക, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ഹയർ സെക്കൻഡറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ ചെയർമാൻ ഡോക്ടർ SN മഹേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. FHSTA ജില്ലാ കൺവീനർ സന്തോഷ് T ഇമ്മട്ടി, AHSTA സംസ്ഥാന സെക്രട്ടറി KA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിമിനി ഉൾക്കാടുകളിൽ വനം കൊള്ളക്കാർ സജീവമാകുന്നു. ചുരുളി മരത്തിന്റെ തൊലി കടത്താൻ വൻ മരങ്ങൾ മുറിച്ചിട്ട നിലയിൽ. മുറിച്ചിട്ട മരങ്ങളുടെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി. കുടികളുടെ തട്ടിപ്പ് നടത്തിയ TNT കുറിക്കമ്പനി ഇടപാടുകാരിൽ നിന്ന് വാങ്ങിയ രേഖകൾ ഗുരുവായൂരിൽ ഉപേക്ഷിച്ച നിലയിൽ. രേഖകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി സിറ്റി പോലീസ്. ചൈനീസ് വെടിക്കെട്ടിനും അനുമതി ആവശ്യം. സ്വർണവില പവന് 1,00,000 രൂപ കടന്നു. 1 പവൻ സ്വർണത്തിന് 25,160 രൂപ. അരങ്ങിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കി കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി കലാലയങ്ങൾ. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരത്ത് അമ്മയും കുഞ്ഞും പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. സംഭവത്തിൽ ദുരൂഹത ഉള്ളതായി ബന്ധുക്കൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.